കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ഹിസ്റ്ററി ഓപ്പൺ കോഴ്സ്. അതിൽ കേരള റിനൈസൻസ് ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റിനൈസൻസ്. റിനൈസൻസ് എന്ന് പറയുന്നത് ഒരു പീരീഡാണ്, ഒരു ടൈമാണ്. അതായത് ഒരു സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റൂൾസ്, റെഗുലേഷൻസ്, അല്ലെങ്കിൽ ആ സൊസൈറ്റി ഫോളോ ചെയ്യുന്ന കൾച്ചർ, ഓരോ ഫീൽഡ്സ്, അതിലൊക്കെ ഒരു ചേഞ്ച് വരാം, ഒരു പുതിയ ഐഡിയാസ് കൊണ്ടുവരാം, ഇന്നോവേഷൻസ് നടപ്പിലാക്കാം. ആ ഒരു ടൈം പീരീഡിനാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. നമുക്കതിനെ വേണമെങ്കിൽ റീബർത്ത് എന്ന് ഒക്കെ വേണമെങ്കിൽ വിളിക്കാം. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കണ്ടീഷൻസ് ഓഫ് കേരള സൊസൈറ്റി ഡ്യൂറിങ് 18th and 19th century. 18th and 19th സെഞ്ച്വറിയിൽ കേരള സൊസൈറ്റിയുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു, ആ സൊസൈറ്റി ഫോളോ ചെയ്തിരുന്ന റൂൾസും കാര്യങ്ങളും, അതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഈ 19th 18th സെഞ്ച്വറിയിൽ കേരള ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. മലബാർ, കൊച്ചിൻ, ട്രാവൻകൂർ, ഇങ്ങനെ മൂന്നായിട്ടായിരുന്നു കേരള ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, നായേഴ്സ്, ഇവർ നല്ലപോലെ, ഇവർക്ക് കുറേ പ്രിവിലേജസ് ഉണ്ടായിരുന്നു. അവരാണ് അത് മൊത്തം എൻജോയ് ചെയ്തിരുന്ന ആൾക്കാർ. ഈ അപ്പർ കാസ്റ്റ് പീപ്പിൾസ് ലോവർ കാസ്റ്റ് പീപ്പിൾസിനെ നല്ലപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പർ കാസ്റ്റ് പീപ്പിൾസിന് പിന്നെ ടാക്സ് പേ ചെയ്യേണ്ട, അവർക്കൊന്നും ഡെത്ത് പെനാൽറ്റീസ് ആക്സെപ്റ്റബിൾ അല്ല. ഡെത്ത് പെനാൽറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വധശിക്ഷ. കാരണം അപ്പർ പീപ്പിൾ ആണ് കോർട്ടിൽസൊക്കെ ജഡ്ജസ്. സോ അവർ തന്നെയാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അവർ അവരുടെ ഡെത്ത് പെനാൽറ്റീസൊക്കെ നീക്കം ചെയ്യും, അവോയ്ഡ് ചെയ്യും. അതൊന്നും അവർക്ക് ആക്സെപ്റ്റബിൾ അല്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അപ്പർ ക്ലാസ് പീപ്പിൾസ് ലോവർ കാസ്റ്റ് പീപ്പിൾസിനെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടൊന്നുമല്ല കൺസിഡർ ചെയ്തിരുന്നത്. അവർ മൃഗങ്ങളെപ്പോലെയാണ് അവരോട് പെരുമാറിയിരുന്നത്. പിന്നെ ആ സമയത്താണ് സ്ലേവറി, അടിമത്തം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ജന്മീസിന് ഈ സ്ലേവ്സിനെ കൊല്ലാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഈ സ്ലേവ്സിനൊക്കെ ഈ മനുഷ്യന്മാരെ വിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. മനുഷ്യന്മാരെ ചന്തകളിൽ നിന്ന് വാങ്ങി വിറ്റിരുന്ന ഒരു കാലഘട്ടം, മൃഗങ്ങളെ പോലെ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ഈ 19th 18th സെഞ്ച്വറി. പിന്നെ വേറെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സ്ലേവ്സിന് പിന്നെ റൈറ്റ്സോ പ്രിവിലേജസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈഴവാസും പിന്നെ വേറെയുള്ള ലോവർ കാസ്റ്റ് ഇൻ്റർ മാരേജസിനൊന്നും അവർക്ക് പാടില്ലായിരുന്നു. ഇൻ്റർ കാസ്റ്റ് മാരേജസ് ഒന്നും അവർക്ക് പാടില്ലായിരുന്നു, ആർക്ക് ലോവർ കാസ്റ്റ് പീപ്പിൾസിന്. പിന്നെ ലോവർ കാസ്റ്റിന് പബ്ലിക്കായിട്ടുള്ള ഫെസ്റ്റിവൽസിനോ കാര്യങ്ങളിലോ ഒന്നും തന്നെ പങ്കെടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. പിന്നെ ലോവർ കാസ്റ്റ് എന്ത് ചെയ്യുകയാണെങ്കിലും അവരതിന് ടാക്സ് കൊടുക്കണം. അവർ കുടിലിലാണ് താമസിക്കുന്നത് എങ്കിൽ പോലും അവർക്ക് അതിന് ടാക്സ് കൊടുക്കണം. അവരെന്ത് വാങ്ങുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അവർക്ക് വീട്ടിലൊരു കല്യാണം അറേഞ്ച് ചെയ്യുകയാണ്, അതിനൊക്കെ അവർക്ക് ടാക്സ് കൊടുക്കണം. അങ്ങനെ ഒരവസ്ഥയായിരുന്നു ലോവർ കാസ്റ്റ് ഉണ്ടായിരുന്നത്. അതേ സ്ഥാനത്ത് അപ്പർ കാസ്റ്റുകാർ അവരെത്ര മാളികയിൽ ജീവിക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഇതിനൊന്നും തന്നെ ടാക്സ് കൊടുക്കേണ്ടതില്ല. അപ്പോൾ തീരെ ഒരു ഇക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം കേരള സൊസൈറ്റിയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ലോവർ കാസ്റ്റുകാർ അപ്പർ കാസ്റ്റുകാരെ വഴി വെച്ച് കാണാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവർ മാറിപ്പോവണം. പിന്നെ വുമൻസിനൊന്നും അവരുടെ ബ്രസ്റ്റ് കവർ ചെയ്യാനോ, ലോവർ കാസ്റ്റ് വുമൻസ് കേട്ടോ, അതിനൊന്നും തന്നെയുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പിന്നെ ബ്രസ്റ്റ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ടാക്സ് കൊടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കേരള സൊസൈറ്റിയിൽ അന്ന് നടന്നിരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.